എല്ലാവർക്കും വൃന്ദ വ്ളോഗ്സിന്റെ മറ്റൊരു PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ സിലബസിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1ഉം പാർട്ട് 2. പാർട്ട് 2 നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച്, പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. പാർട്ട് 1 ഇന്ത്യയെക്കുറിച്ചും, എന്താണ് ഇന്ത്യ, ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നും പറയുന്നതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ട് 1നെയും പാർട്ട് 2വിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യം നമുക്ക് പറയാനുള്ളത് പാർട്ട് 1 ആണ്. പാർട്ട് 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടാണ് പാർട്ട് 1. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്ന ഫസ്റ്റ് പാർട്ടാണ് പാർട്ട് 1. അതിൽ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഉൾപ്പെടുന്നത്. പാർട്ട് 1ൽ എത്ര ആർട്ടിക്കിളുകളാണ്? 4 ആർട്ടിക്കിളുകൾ. ഏതൊക്കെയാണ്? 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ 1, അനുച്ഛേദം 1 എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇന്ത്യ എന്താണ്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞാണ് ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. എന്താ തുടങ്ങുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇന്ത്യ അഥവാ ഭാരതം. 2 വേർഡിനും, അതായത് 2 പേരിനും, ഇന്ത്യയുടെ 2 പേരിനും ഒരേ തുല്യ സ്ഥാനം നൽകിക്കൊണ്ട് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യ അഥവാ ഭാരതം എന്താണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1 ഓർത്തു വെക്കണം. ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നമുക്ക് ചോദ്യം വരാം, ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റ് ആണോ, യൂണിറ്ററി സ്റ്റേറ്റ് ആണോ, ക്വാസി ഫെഡറൽ ആണോ, സംസ്ഥാനങ്ങളുടെ കൂട്ടമാണോ, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണോ എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഫെഡറൽ ആണെന്നോ, യൂണിറ്ററി ആണെന്നോ, ക്വാസി ഫെഡറൽ ആണോ എന്നൊന്നും എഴുതിയിട്ടില്ല. എഴുതിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണെന്നാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. അപ്പോൾ ഇന്ത്യ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 1. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്, പാർട്ട് 1ലെ ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ്. പുതിയ സംസ്ഥാനങ്ങൾ, നമ്മുടെ രാജ്യത്ത് പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാവും അല്ലെ, അത്തരത്തിൽ ഒരു പുതിയ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 2. അതായത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെന്റിനാണ്. ഇനി ആർട്ടിക്കിൾ 3യും ഇതേപോലെ തന്നെ പാർലമെന്റിന് മറ്റൊരു അധികാരമാണ് പറയുന്നത്. പരിധികൾ മാറ്റുവാനും മുറിക്കുവാനും ഒക്കെയുള്ള അധികാരം. എന്തിനു മുറിക്കാനുള്ളത്? ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെ മുറിച്ച് 2 സംസ്ഥാനങ്ങളാക്കി മാറ്റാനോ, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയൊരു സംസ്ഥാനം ഉണ്ടാക്കി മാറ്റാനോ, അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറികളെ, അതായത് ഈ പറഞ്ഞ അതിർത്തികളെ മാറ്റാനോ ഒക്കെയുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 3. അപ്പൊ ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു പുതിയ സംസ്ഥാനം മൊത്തത്തിൽ പുതിയതായിട്ട് രൂപീകരിക്കുന്നതാണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് പരിധികൾ മാറ്റാൻ, ഒന്നിനോട് കൂടിച്ചേർക്കാൻ, അല്ലെങ്കിൽ ഒന്നിനെ വിഭജിച്ച് 2ആക്കി മാറ്റാൻ ഒക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിളായിട്ട് നമ്മൾ ജമ്മു കാശ്മീരിനെ, ഇപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ 2ആക്കി മുറിച്ച് ജമ്മു കാശ്മീരും ലഡാക്കും ആക്കി 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റി അല്ലെ. അപ്പൊ ആ അധികാരം പാർലമെന്റിന് വരുന്നത് ആർട്ടിക്കിൾ 3 പ്രകാരമാണ്. ആർട്ടിക്കിൾ 3. അടുത്തത് ആർട്ടിക്കിൾ 4 ആണ്. ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 4മായി റിലേറ്റഡ് ആണ്. എന്താണ് ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 4ഉം? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂൾസ് ഉണ്ട്, പട്ടികകൾ എന്ന് പറയും. അതിൽ 1ാമത്തെ പട്ടികയും 2ാമത്തെ പട്ടികയും ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 4ൽ പറയുന്നത്. അത് എന്താണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പട്ടികയാണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്, പട്ടിക 1 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും പേരുകൾ എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും എത്ര രാജ്യസഭാ സീറ്റുകൾ വീതം വിതരണം ചെയ്യണം എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം, ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും പ്രകാരം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ വന്നാൽ, പുതിയതൊന്ന് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതിനെ 2ആക്കി മാറ്റുകയോ, അങ്ങനെ എന്ത് വ്യത്യാസം വന്നാലും അതിൻ്റെ പേരിൽ മാറ്റം വരും. അതുപോലെ അതിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റുകളിലും മാറ്റം വരാം. അപ്പോൾ അതിനനുസരിച്ച് ഈ ഉണ്ടാവുന്ന ആർട്ടിക്കിൾ 2ഉം 3യും പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഷെഡ്യൂൾ 1 ആൻഡ് 4 എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 ആൻഡ് 4 ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 4.
മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും പ്രകാരം നമുക്ക് സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറ്റാനും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ ഓൾട്ടർ ചെയ്യാനും കൂട്ടിച്ചേർക്കാനും പുതിയത് രൂപീകരിക്കാനും ഒക്കെ അവകാശമുണ്ട് പാർലമെന്റിന്. അപ്പോൾ ആ പാർലമെന്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഷെഡ്യൂൾ 1ലും ഷെഡ്യൂൾ 4ലും മാറ്റം വരുത്തണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 4. അപ്പോൾ ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെ, 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 3 നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ ഭേദം ചെയ്യാനോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സംസ്ഥാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ വിഭജിച്ച് 2 പുതിയ സംസ്ഥാനങ്ങളോ യൂണിയൻ ടെറിട്ടറീസോ അങ്ങനെ എന്തുമാക്കി മാറ്റാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 3. ഇനി ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും പ്രകാരം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഭരണഘടന ഷെഡ്യൂൾ 1ഉം 4ഉം ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 4. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പാർട്ട് 1 എന്ന് പറയുന്ന 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസ് ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഇന്ത്യയെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ വെച്ച് അതിൽ അഭിപ്രായം പറഞ്ഞതിൽ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ക്വാസി ഫെഡറൽ രാജ്യമാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദ്യം വരാം. കെ സി വെയർ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞത്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഒരേപോലെ അധികാരങ്ങൾ വരുന്നത്. അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും അധികാരം നൽകുന്ന അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെഡറൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ക്വാസി ഫെഡറലാണ്, പകുതി ഫെഡറലാണ്. അതായത് നമ്മുടെ ഒരു സ്ട്രോങ് സെൻറ്ററും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഉണ്ട് എന്ന് വെച്ച് ഇതിന് രണ്ടിനും ഒരേ തുല്യ അധികാരങ്ങളല്ല. തുല്യ അധികാരം വരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? ഫെഡറലായി മാറുന്നത്. പക്ഷെ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്ററാണ്, കുറച്ചുകൂടി അധികാരം കേന്ദ്ര ഗവൺമെന്റിന് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റുകളെയാണ് ക്വാസി ഫെഡറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് കെ.സി. വെയർ ആണ് പറഞ്ഞത്. കെ.സി. വെയർ. ചോദ്യം വരാം, ആരാണ് ഇന്ത്യയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത്? കെ.സി. വെയർ. അടുത്തത് ഇന്ത്യയെ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇന്ത്യ ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. അത് ജി ഓസ്റ്റിൻ എന്ന് പറയുന്ന ആളാണ്. ജി ഓസ്റ്റിൻ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇന്ത്യ ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞത് ജി ഓസ്റ്റിൻ ആണ്. അപ്പൊ രണ്ടുപേരെ അറിഞ്ഞിരിക്കണം, കെ.സി. വെയർ ക്വാസി ഫെഡറൽ, ജി ഓസ്റ്റിൻ കോപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ ഇത് ഈ പറഞ്ഞ പാർട്ട് 1മായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായി ഓർത്തിരിക്കണം. ഓക്കെ, ക്വാസി ഫെഡറൽ, കോപ്പറേറ്റീവ് ഫെഡറലിസം, കെ.സി. വെയർ ആൻഡ് ജി ഓസ്റ്റിൻ. അപ്പോൾ എല്ലാവർക്കും പാർട്ട് 1 എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 1 മുതൽ 4 വരെയാണ് പാർട്ട് 1. ആ 4 ആർട്ടിക്കിളുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭാഗം 2, സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 2ാം ഭാഗം പറയുന്നത് പൗരത്വത്തെ കുറിച്ചാണ്. പൗരത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പഴയ ഇതിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ആർട്ടിക്കിളുകളെ പഠിക്കാനുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ട് നമ്മൾ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പൂർണ്ണമായും പഠിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് ഇറങ്ങി എല്ലാം 1 by 1 പഠിക്കണമെന്നില്ല. ബേസിക് ആയിട്ട് ആർട്ടിക്കിളുകൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 5 തൊട്ട് ആർട്ടിക്കിൾ 11 വരെയാണ്. 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ. ഓർത്തു വെക്കണം, പൗരത്വത്തെ കുറിച്ച് പറയുന്നത് 5 മുതൽ 11 വരെയാണ്. അനുച്ഛേദം 5 മുതൽ 11 വരെ. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇന്ത്യൻ പൗരനായി മാറുന്നത്, ആർക്കൊക്കെ ഇന്ത്യൻ പൗരനായി മാറാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. നോക്കാം. ഇന്ത്യയിൽ ജനിക്കുക, ജനനം ഇൻ ഇന്ത്യ. ഞാൻ ഷോർട്ടാക്കി എഴുതി വെച്ചേക്കുന്നതാണ്. ഇത് എൻ്റെ നോട്ടിൽ നിന്ന് ഞാൻ എഴുതിയേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് എഴുതി വെക്കുക. അതാണ് ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാനും ഏറ്റവും ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനായി മാറും. ഇപ്പം നമ്മളൊക്കെ ഇന്ത്യയിൽ ജനിച്ച് വളർന്നവരാണ് അല്ലേ. അപ്പം നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്. അങ്ങനെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരനായി മാറാനുള്ള ആദ്യത്തെ വഴി ജനനം വഴി. അടുത്തത്
പാരൻസ് ഇന്ത്യൻസ് ആയിരിക്കണം. എന്താണ്, അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ എന്തായിരിക്കണം, ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവരുടെ കുട്ടികളും ഇന്ത്യൻ പൗരനായിരിക്കും. അത് അവരുടെ മക്കളും എന്തായി മാറും, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആയി മാറുന്നതാണ് രണ്ടാമത്തത്. പാരൻസ് ഇന്ത്യൻസ് ആയിരിക്കണം. രക്ഷിതാക്കൾ ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളും എന്തായി മാറും, ഇന്ത്യക്കാരായി മാറും എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി. മൂന്നാമത്തത് റെസിഡൻറ്റ് ലെസ് ദാൻ 5 years എന്നാണ്. അതായത് ഒരാൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു, അയാൾ ഒരു 5 വർഷത്തിൽ കൂടുതലായി, ലെസ് ദാൻ കുറയരുത്, 5 വർഷത്തിൽ കൂടുതലായി ഈ നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും ഇന്ത്യൻ പൗരനായി മാറാൻ സാധിക്കും. ഒരു 5 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ താമസിച്ച ഏതൊരു വ്യക്തിക്കും, കണ്ടിന്യൂസ് ആണ്, ഇപ്പോൾ ഈ ഒരു വർഷം വന്നു, അടുത്ത വർഷം പോയി, പിന്നെ വീണ്ടും വന്നു, അങ്ങനെയല്ല പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ 5 വർഷമായി താമസിക്കുന്ന ഒരു വ്യക്തിക്കും എന്തായി മാറാം, ഇന്ത്യൻ പൗരനായി മാറാം. അപ്പം നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 5 ആണ്. ജനനം വഴി മാതാപിതാക്കൾ ഇന്ത്യക്കാരാവുന്നത് വഴി ഈ പറഞ്ഞ പോലെ 5 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ താമസിക്കുന്നത് വഴി ഇന്ത്യയിലെ പൗരരായി മാറാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5. അടുത്തത് ആർട്ടിക്കിൾ 6 ആണ്. ആർട്ടിക്കിൾ 6 പാകിസ്ഥാൻ ടു ഇന്ത്യ, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവർക്ക് പൗരത്വം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 6. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി പാർത്ത ജനങ്ങൾക്ക് പൗരത്വം നൽകണം, സിറ്റിസൺഷിപ്പ് നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 7. അപ്പൊ ആർട്ടിക്കിൾ 6 എന്തായിരുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് പൗരത്വം ലഭിക്കുമെന്നാണ്. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവർക്ക് പൗരത്വം നഷ്ടമാകുമെന്ന് പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 5 ആർക്കൊക്കെ പൗരന്മാരാകാം, എങ്ങനെയൊക്കെ പൗരത്വം ലഭിക്കാമെന്ന് പറയുന്നതാണ്. ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ജനങ്ങൾക്ക് പൗരത്വം ലഭിക്കണം എന്ന് പറയുന്ന അതിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് പറയുന്നതാണ് ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് സംഭവിക്കും, നമുക്ക് പൗരത്വം ലഭിക്കും, നമ്മുടെ പൗരത്വം നഷ്ടമാകും എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 7. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 8 ആണ്. റെസിഡൻസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, ഇപ്പൊ NRIs പോലുള്ളവർ, അവരുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 8. എന്താണ് അതിൻ്റെ ഉള്ളിലെ പ്രൊവിഷൻസ് എന്താണെന്ന് പഠിക്കണം എന്നില്ല, എന്തിനെ കുറിച്ചാണ്, റിലേറ്റഡ് ടു വാട്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച്, ഇന്ത്യക്കാരെ കുറിച്ചുള്ള, പൗരന്മാരെയല്ല ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 8. അപ്പോൾ ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ആർട്ടിക്കിൾ 7 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 9 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മറ്റൊരു പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യയിലെ പൗരത്വം നഷ്ടമാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുന്നു കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഭാഗമായിട്ട് നമ്മൾ അവിടെ പോയി താമസിക്കുകയും ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊസീജിയേഴ്സിന്റെ ഒരു അപ്ലൈ ചെയ്യലും ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം ആ വ്യക്തിക്ക് നഷ്ടമാകും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 9. അതായത് നമ്മളൊരു സ്ഥലത്ത് പോയി വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടും, ഇല്ലാതാകും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ 10 ആണ്. നിയമം ബാധകം, ഞാൻ ചുരുക്കി എഴുതിയതാണ്. ആർട്ടിക്കിൾ 10 എന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെ ഇന്ത്യൻ പൗരനായി മാറിയ ഒരു വ്യക്തി ഇന്ത്യയുടെ എല്ലാ നിയമങ്ങൾക്കും ബാധകമാണ്, അതായത് എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ബാധകനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10 എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പ്രകാരം, ഈ ആർട്ടിക്കിളുകളൊക്കെ പ്രകാരം പൗരനായി മാറിയ ഒരു വ്യക്തി ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് വേണം ഇന്ത്യയിൽ ജീവിക്കാൻ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10. അടുത്തത് ആർട്ടിക്കിൾ 11 ആണ്. അവസാനത്തെ ആർട്ടിക്കിളാണ് സിറ്റിസൺഷിപ്പിലെ പാർലമെന്റിന്റെ റൈറ്റിനെ കുറിച്ച്. അതായത് ഈ പറഞ്ഞ സിറ്റിസൺഷിപ്പുമായി, പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളെയും നിയമങ്ങളെയും ഭേദഗതി ചെയ്യാനുള്ള അവകാശം, ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിൾ അനുച്ഛേദങ്ങളെയും ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനാണ്. ആർക്കാണ്?
പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളെ ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11. അപ്പൊ പാർട്ട് 2 സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് വേണ്ടത്. 5 എന്ന് പറയുന്നത് ജനനം വഴിയും മാതാപിതാക്കൾ ഇന്ത്യക്കാരാകുന്നത് വഴിയും ഇന്ത്യയിൽ 5 വർഷത്തിൽ കുറയാതെ കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് വഴിയും ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായി മാറാം. 2 ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ജനങ്ങൾക്ക് അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ജനങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 9 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും, ഇല്ലാതാവും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 10 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന് എല്ലാ നിയമങ്ങളും ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ പ്രകാരം ഇന്ത്യയിലെ പൗരനായി മാറിയ ഒരു വ്യക്തി ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും അനുശാസിക്കും വിധം വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാ നിയമവും അവന് ബാധകമാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10. ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും എല്ലാ അനുച്ഛേദങ്ങളും എല്ലാ കാര്യങ്ങളും ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും പാർട്ട് 2 സിറ്റിസൺഷിപ്പും മനസ്സിലായി. ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയേണ്ട ഒന്നാണ് ഇന്ത്യൻ പൗരത്വ നിയമം. 1955 പാസ്സാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം 5 വഴിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായി മാറാൻ സാധിക്കുക. എത്ര വഴികളിലൂടെയാണ്? 5 വഴികളിലൂടെ. ഏത് നിയമപ്രകാരമാണ്? ഇന്ത്യൻ പൗരത്വ നിയമമാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതല്ല, വേറൊരു നിയമമാണ്. ഭരണഘടനയിൽ എവിടെയും എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരനായി മാറാം എന്ന് പറയുന്നില്ല. സാധ്യതകളാണ് ഈ പറഞ്ഞിരിക്കുന്ന, പൗരനായി മാറാനുള്ള അവകാശങ്ങളാണ്. ഈ പറഞ്ഞ പോലെ എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് 5 വഴികൾ പറഞ്ഞിരിക്കുന്നത് പൗരത്വ നിയമം, ഇന്ത്യൻ പൗരത്വ നിയമം 1955 ആണ്. എന്തൊക്കെ വഴികളാണ് ഈ 5 വഴികൾ നോക്കാം നമുക്ക്. ഒന്നാമത്തേത് ജനനം വഴിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിക്കുന്നത് വഴി എന്തായി മാറാം? ഇന്ത്യൻ പൗരനായി മാറാം, ജനനം വഴി. രണ്ടാമത്തേത് വംശപാരമ്പര്യം വഴി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ യുവാവ് ഒരു ഫോറിൻ ലേഡിയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അതിലൊരു കുട്ടി ഉണ്ടായി. അപ്പൊ ആ കുട്ടി എന്ന് പറയുന്നത് ആ അച്ഛൻ്റെ മകനാണ് അല്ലേ? അച്ഛൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ്. അപ്പൊ ആ വംശപാരമ്പര്യം വഴി കുട്ടിക്ക് എന്തായി മാറാം? ഇന്ത്യൻ പൗരനായി മാറാം. അപ്പൊ ഒന്നാമത്തെ കാര്യം ജനനം വഴി, രണ്ടാമത്തെ കാര്യം വംശപാരമ്പര്യം വഴി. അടുത്തത് രജിസ്ട്രേഷൻ വഴിയാണ്. രജിസ്ട്രേഷൻ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു 5 വർഷത്തിൽ കൂടുതലായി താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായി മാറാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. 3 വഴി നമ്മൾ പറഞ്ഞു: ജനനം വഴി, വംശപാരമ്പര്യം വഴി, രജിസ്ട്രേഷൻ വഴി. അടുത്തത് പൗരത്വ ദാനം വഴിയാണ്. പൗരത്വ ദാനം വഴി അതായത് പാർലമെന്റ് തീരുമാനിക്കുകയാണ്, ഒരു നിയമം പാസ്സാക്കി തീരുമാനിക്കുകയാണ്, ഈ വിഭാഗത്തിലെ ഇത്ര ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഇത്ര ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? പൗരത്വം കൊടുക്കാം എന്ന് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി എടുത്താൽ ആ പൗരത്വ ദാനം വഴി എന്ത് ചെയ്യാം? നമുക്ക് ഇന്ത്യൻ പൗരനായി മാറാം. അതാണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, പൗരത്വ ദാനം വഴി. ഒന്നാമത്തേത് ജനനം വഴി, രണ്ടാമത്തേത് വംശപാരമ്പര്യം വഴി, മൂന്നാമത്തേത് രജിസ്ട്രേഷൻ വഴി, നാലാമത്തേത് പൗരദാനം വഴി, അഞ്ചാമത്തേത് കൂട്ടിച്ചേർക്കൽ വഴി. എന്തിന്റെ കൂട്ടിച്ചേർക്കൽ വഴി? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു ഗോവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ലാതിരുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിലിരുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അത് പിന്നെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്, ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. ആ കൂട്ടിച്ചേർത്ത സ്ഥലത്തെ ജനങ്ങളും എന്തായി മാറും? ഇന്ത്യൻ പൗരന്മാരായി മാറും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ശ്രീലങ്കനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി എന്ന് വിചാരിക്കുക. യുദ്ധമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായി ശ്രീലങ്ക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ ജനങ്ങളും ഇന്ത്യൻ പൗരന്മാരായി മാറും എന്ന് പറയുന്നതിനെയാണ് ഈ പറയുന്ന കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയൊരു ടെറിട്ടറി, പുതിയൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി മാറുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ജനങ്ങളും ഇന്ത്യൻ പൗരന്മാരായി മാറും എന്ന് പറയുന്നതാണ് കൂട്ടിച്ചേർക്കൽ. ഈ 5 വഴികളും പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. ജനനം വഴി, വംശപാരമ്പര്യം വഴി, രജിസ്ട്രേഷൻ വഴി, പൗരത്വദാനം വഴി, കൂട്ടിച്ചേർക്കൽ വഴി. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി ഇതേ പറഞ്ഞ പൗരത്വ നിയമം 1955 പ്രകാരം 3 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യാം. 3 വഴികളിലൂടെ പൗരത്വം നഷ്ടപ്പെടാം. ഇനി ആ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിരസനമാണ്. നിരസനം, അതായത് എനിക്കിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതെന്ത് ചെയ്യാണ്? നിരസിക്കുകയാണ്, റിനൗൺസ് ചെയ്യാണ്. അങ്ങനത്തേനെയാണ് നമ്മൾ പറയുന്നത് ആ വഴി എനിക്ക് എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടമാകാം. അതാണ് നിരസനം. ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ് അയാൾ അത് ഒഴിവാക്കുന്നു, അതാണ് നിരസനം. അങ്ങനെ പൗരത്വം നഷ്ടമാകാം. രണ്ടാമത്തെ വഴി അവസാനിപ്പിക്കലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 9 പ്രകാരം എന്തായിരുന്നു? ഒരു രാജ്യത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ഒരു ഇന്ത്യക്കാരൻ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യയുടെ പൗരത്വം നഷ്ടമാകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ അവസാനിപ്പിക്കുന്നതിനാണ്, മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച് ഇന്ത്യയിലെ പൗരത്വം അവസാനിപ്പിക്കുന്നതാണ് അവസാനിപ്പിക്കൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി, ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അവസാനിപ്പിക്കലാണ്. മൂന്നാമത്തത് റദ്ദാക്കലാണ്. അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ 10 പ്രകാരം പറഞ്ഞിരുന്നു ഈ ഇന്ത്യയിലെ പൗരത്വം സ്വീകരിച്ച എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിലെ നിയമങ്ങൾ ബാധകമാണ്, അതിനനുസരിച്ച് വേണം അവർ ജീവിക്കാൻ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ വഴിയോ പൗരത്വദാനം വഴിയോ കൂട്ടിച്ചേർക്കൽ വഴിയോ ഒക്കെ നമ്മുടെ ഇന്ത്യൻ പൗരനായി മാറിയ ഒരു വ്യക്തി ഇവിടുത്തെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിയമങ്ങൾക്കൊന്നും അനുസരിക്കാതെ ഒരു ന്യൂയിസൻസ് ആയിട്ട് ഒരു ആന്റി സോഷ്യൽ വർക്ക്സ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇന്ത്യൻ ഗവൺമെന്റിന് അയാളുടെ പൗരത്വം റദ്ദാക്കാം. അതാണ് മൂന്നാമത്തെ വഴി. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പൗരത്വം റദ്ദാക്കാം. ഒന്നാമത്തത് നിരസനമാണ്, രണ്ടാമത്തത് അവസാനിപ്പിക്കലാണ്, മൂന്നാമത്തെ റദ്ദാക്കലാണ്. ഇങ്ങനെ 3 വഴികളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുക. പൗരത്വം ലഭിക്കുന്നതിന് 5 വഴികളാണെന്നും പൗരത്വം നഷ്ടമാകാൻ 3 വഴികളാണെന്നും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് വഴികളെന്നും കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നോക്കിക്കഴിഞ്ഞു. പാർട്ട് 1 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. ഇനി പൗരത്വം ലഭിക്കാനുള്ള 5 വഴികളും പൗരത്വം നഷ്ടമാകാനുള്ള 3 വഴികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഫെഡറൽ, ഓപ്ഷൻ ബി യൂണിറ്ററി, ഓപ്ഷൻ സി ക്വാസി ഫെഡറൽ, ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളുടെ കൂട്ടം. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയെ എവിടെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറൽ, യൂണിറ്ററി, ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ എന്താണ്? സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നുള്ളതാണ്. ഫെഡറൽ അല്ല, യൂണിറ്ററി അല്ല, ക്വാസി ഫെഡറൽ അല്ല. ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത് KC വെയർ എന്ന് പറയുന്ന ആൾ വിശേഷിപ്പിച്ചതാണ്. ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ പൗരത്വം, ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ആഭ്യന്തര മന്ത്രാലയം. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ആൻസർ എന്താണ്? സുപ്രീം കോർട്ട് അല്ല അല്ലെ? നമുക്ക് കൃത്യമായിട്ട് അറിയാം പ്രസുപ്രീം കോടതിക്ക് പൗരത്വം നൽകാനുള്ള അധികാരമൊന്നുമില്ല. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ വന്നാൽ അത് ഒത്തുതീർപ്പാക്കാനുള്ള അധികാരമേ ഉള്ളൂ. സി എന്ന് പറയുന്നത് പ്രസിഡന്റ് അല്ല, സി പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. പിന്നെ എ പാർലമെന്റ്, ഡി എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം. ഇതിൽ പ്രസിഡന്റ് ഒരിക്കലും പൗരത്വം നൽകുന്നതിനുള്ള അധികാരം പ്രസിഡന്റിനില്ല. അപ്പൊ നമുക്ക് ഇനി രണ്ട് ഓപ്ഷൻസ് ഉള്ളത് പാർലമെന്റും ആഭ്യന്തര മന്ത്രാലയമാണ്. അപ്പൊ നമുക്ക് മിക്കവാറും സംശയം വരാം പാർലമെന്റ് ആണോ എന്നുള്ളതായിരിക്കും. ഇതിലെ പാർലമെന്റ് ആണോ എന്നുള്ള സംശയം നമുക്ക് മാറ്റേണ്ടത് പാർലമെന്റിന് അധികാരം അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിക്ക് മാത്രമാണ്. ഭരണഘടന ഭേദഗതിക്ക് മാത്രമാണ് എന്തിന് അധികാരമുള്ളൂ? പാർലമെന്റിന് അധികാരമുള്ളൂ. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നത് ആര് എന്നാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. നമുക്ക് എപ്പോഴും തെറ്റാം. ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പാർലമെന്റാണ്. അതിനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കുന്നത് പാർലമെന്റാണ്. പക്ഷെ പൗരത്വം നൽകുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. സുപ്രീം കോടതിയല്ല, പ്രസിഡന്റും അല്ല.
നൽകുന്നത് ആരാണ്? ആഭ്യന്തര മന്ത്രാലയം. അധികാരം എന്ന് പറയുന്ന പാർലമെന്റിനുള്ള അധികാരം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസാക്കാനും ഭരണഘടനാ ഭേദഗതി നടത്താനുമാണ്. പൗരത്വം നൽകാനുള്ള അധികാരം ആഭ്യന്തര മന്ത്രാലയത്തിനാണ്, ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ്. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന് പറയുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 6, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 5, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 7, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 9. 6, 5, 7, 9 നോക്കാം. ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വരുന്ന ജനങ്ങൾക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 6. അപ്പൊ അതല്ല അതിന്റെ ആൻസർ. ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 5. അപ്പൊ അതും അല്ല അതിന്റെ ആൻസർ. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ജനങ്ങളുടെ കുടിയേറി പാർക്കുന്നവരെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 7. അപ്പോൾ ഒബിയസ്ലി ആൻസർ ആർട്ടിക്കിൾ 9 ആണ്. ആർട്ടിക്കിൾ 9 ആണ് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം 1ഉം പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓരോ ആർട്ടിക്കിളുകളും ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. 1 മുതൽ 4 വരെയുള്ളതും 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയ സ്റ്റഡീസിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, എന്തുമായി റിലേറ്റഡ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിക്കാം. ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 10 എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെ വരാം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നോട്ട് എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഈ പറഞ്ഞ ഇന്ത്യൻ പൗരത്വ നിയമം 1955 വഴി 5 വഴികളിലൂടെയും 3 വഴികളിലൂടെയും നമുക്ക് പൗരത്വം ലഭിക്കാനും പൗരത്വം നഷ്ടമാകാനും സാധ്യതകളുണ്ട്. അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നോട്ട് എഴുതി വെച്ച് എല്ലാവരും പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.